CPIM-ന്റെ തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ സമസ്ത പണ്ഡിതന്മാർ വീഴുന്നത് എന്തിനെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ചോദ്യം. സമസ്തയുടെ മുൻകാല നേതാക്കളോ സമ്മേളനങ്ങളോ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ മതരാഷ്ട്ര ആരോപണം ഉന്നയിച്ചിട്ടില്ല. അസ്തിത്വ ഭീഷണി നേരിടുന്ന CPIM-ന്റെ ഗീബൽസിയൻ തന്ത്രമാണ് മതരാഷ്ട്രവാദമെന്ന ആരോപണമെന്നും പ്രബോധനം മാഗസിനിലെ ലേഖനത്തിൽ ജമാഅത്ത് ഇസ്ലാമി വ്യക്തമാക്കുന്നു. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജി, നിലവിൽ ഈ രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം അതെന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ നടത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. സമസ്തയുടെ ലയനം ഒക്കെയുള്ള സംഭവങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഒപ്പം CPM ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരുന്ന കാര്യങ്ങളുണ്ട്. ഒപ്പം UDF അവരെ അടുപ്പിക്കുന്നു. ഇതെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളായി നിലവിലുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് ഈ രീതിയിലുള്ളൊരു പ്രതികരണം ജമാഅത്ത് ഇസ്ലാമിൽ നിന്നുണ്ടാവുന്നു? ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് ഈ രീതിയിലുള്ള പ്രതികരണം വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് പ്രജിൻ. അതിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. അതായത് സമസ്തയുടെ AP-യുടെയും രണ്ട് വിഭാഗങ്ങളുടെയും സമ്മേളനം, EK-യുടെയും AP-യുടെയും സമ്മേളനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞിരുന്നു. കാസർഗോഡ് വെച്ചും ഒപ്പം തന്നെ മലപ്പുറത്ത് വെച്ചും രണ്ട് സമ്മേളനങ്ങൾ കഴിഞ്ഞിരുന്നു. ഈ രണ്ട് സമ്മേളനങ്ങളിലും പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരായുള്ള പ്രമേയമാണ്. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രം രൂപീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന തലത്തിലാണ് ഈ രണ്ട് സമ്മേളനങ്ങളും പ്രമേയം അവതരിപ്പിച്ചത്. അതിന് മറുപടി എന്നോളമാണ് ഇപ്പോൾ പ്രബോധനം മാസിക രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് CPM-ന്റെ തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ സമസ്ത പണ്ഡിതന്മാർ വീഴുന്നത് എന്തിനെന്ന ചോദ്യം ഉയരുന്നുണ്ട്. സമസ്തയുടെ മുൻകാല നേതാക്കളോ സമ്മേളനങ്ങളോ ജമാഅത്തിന്റെ ഇത്തരം ഒരു മതരാഷ്ട്ര ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നാണ് ലേഖനത്തിൽ പ്രധാനമായും പരാമർശിക്കുന്നത്. അതുമാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപന ദിനം മുതൽ ചരിത്രത്തിൽ എവിടെയും രാഷ്ട്രവാദം ഉയർത്തുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലെന്ന 100% ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമെന്നും ലേഖനത്തിൽ പറയുന്നു. പച്ചക്കള്ളം ആവർത്തിക്കുന്ന MV ഗോവിന്ദനെ പോലുള്ളവർക്ക് വേണ്ടി പ്രമേയം തയ്യാറാക്കുന്നവർ ജമാഅത്തിനെ അനുകൂലമായി കോടതി വിധികൾ നോക്കുന്നില്ല എന്നാണ് പ്രമേയം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, CPIM ശരീഅത്ത് വിവാദം കൊണ്ടുവന്നപ്പോൾ എന്താണ് ശരീഅത്ത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും പഠിപ്പിക്കുവാനും മുന്നിൽ നിന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന് ലേഖനത്തിൽ പ്രധാനമായും പറയുന്നു. അന്ന് സമസ്തയും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ളവർ ജമാഅത്തിനൊപ്പമായിരുന്നു എന്ന് ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരീഅത്ത് വിവാദം ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പിന് പിന്നാലെ EMS പറഞ്ഞത് താൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നാണ് പ്രധാനമായും ഈ ലേഖനത്തിൽ പറയുന്നത്. CPIM ഇത്തവണയും തോൽക്കുമ്പോൾ അതുപോലൊരു കരണം മറിച്ചിൽ കാണാമെന്നാണ് ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ആഗോള ഇസ്ലാമോഫോബിയയുടെ വ്യാജ നിർമ്മിതി ഏറ്റുപാടുന്നവർക്ക് വെള്ളമുണ്ടും തലപ്പാവും രക്ഷാമാർഗമല്ല എന്ന് നോക്കണമെന്ന് പറയുന്നു. മാത്രമല്ല, തീവ്രവാദം കൊണ്ടു നടക്കുന്ന ഒരു സംഘടനയും കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസ്താവന പരാമർശിച്ചുകൊണ്ടാണ് ഈ ലേഖനം പ്രധാനമായും അവസാനിക്കുന്നത് എന്ന് വേണം പറയാൻ. പ്രബോധന മാസിക ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖമാസികയാണ്. ആ മുഖമാസികയിലാണ് ഈ രണ്ട് സമ്മേളനങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട ലേഖനം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ മാഗസിനിലൂടെ, അവരുടെ തന്നെ മാധ്യമത്തിലൂടെ ഇത്തരത്തിൽ രണ്ട് സമസ്തകൾക്കുമുള്ള EK വിഭാഗത്തിനൊപ്പം തന്നെ AP വിഭാഗത്തിനുമുള്ള കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. മാത്രമല്ല, CPIM-നെ ഈ കൃത്യമായി തന്നെ രൂക്ഷമായ ഭാഷയിൽ അവർ വിമർശിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഇപ്പോൾ അജി പറഞ്ഞതിലാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുള്ളത്. അതായത് സമസ്തയ്ക്ക് ഒരു വിമർശനമല്ല, സമസ്തയ്ക്ക് ഒരു മുന്നറിയിപ്പ് പോലെയാണ് കാര്യങ്ങളെ ഈ ലേഖനത്തിലൂടെ ജമാഅത്ത് ഇസ്ലാമി വിശദീകരിക്കുന്നത്. കാരണം മുൻകാല നേതാക്കളോ സമ്മേളനങ്ങളോ ഈ രീതിയിൽ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേസമയം തന്നെ പറയുന്നു CPM-ന്റെ ഗീബൽസിയൻ തന്ത്രമാണിത്, അതിൽ വീണു പോകരുത് എന്നൊരു മുന്നറിയിപ്പുമുണ്ട്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് സമസ്ത തങ്ങൾക്കൊപ്പം നിൽക്കണം എന്നുള്ളത്. അല്ലാതെ വിമർശനങ്ങൾ എവിടെയെങ്കിലും ആ ലേഖനത്തിലുണ്ടോ? തീർച്ചയായിട്ടും സമസ്ത തങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹവും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഈ രണ്ട് പ്രമേയങ്ങളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഈ ലേഖനം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ CPIM സംസ്ഥാന സെക്രട്ടറി നയിച്ച വികസന മുന്നേറ്റ യാത്രയിലുടനീളം ജമാഅത്ത് ഇസ്ലാമിയെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാറിലൂടെ കടന്നു പോകുന്ന യാത്രകളെയൊക്കെ തന്നെയും വിമർശിച്ചത്. ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചു. ആ വിമർശനങ്ങൾക്കുള്ള മറുപടി, അത് മാത്രമല്ല ആ വിമർശനങ്ങളിൽ നിന്നുകൊണ്ട് MV ഗോവിന്ദൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് വിമർശിക്കരുത്, സമസ്തയുടെ ലീഗ് സമസ്തയും ഒപ്പം തന്നെ
അതിന് ലീഗ് മുൻപ് ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പം നിന്നിരുന്നു എന്ന ചരിത്ര ഭാഗം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലേഖനം പ്രധാനമായും എടുത്തു പറയുന്നത്. ഏതായാലും ഈ രണ്ട് സമസ്തകൾക്കുമുള്ള ഒരു സമസ്തയിലെ രണ്ട് വിഭാഗങ്ങൾക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട മറുപടി കൂടിയാണ് ഈ ലേഖനത്തിലൂടെ വ്യക്തമാകുന്നത്. മാത്രമല്ല ഇതിൽ ലേഖനത്തിൽ പരോക്ഷമായി വിമർശിക്കുന്നത് CPIM-നെയാണ്. മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് അവകാശപ്പെടുന്ന CPIM തോൽക്കുമെന്ന ഘട്ടം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് പ്രധാനമായും ലേഖനം ആരോപിക്കുന്നത്. എന്തായിരിക്കും ഇനി സമസ്തയിൽ ഇതിൽ പ്രതികരണം ഉണ്ടാവുക? അത്തരം കാര്യങ്ങളിലാണ് ഇനി രാഷ്ട്രീയ കൗതുകം ബാക്കി വന്നത്. അജി കുഞ്ഞുമനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.